മൂത്ത മകൻ അഖിനെ കുറിച്ച് അമ്മ ദീപ പറഞ്ഞ വാക്കുകൾ കൂടി ഒന്ന് കേൾക്കൂ. മൂത്ത മകൻ അഖിന്റെ ഒരു പ്രത്യേകത, അവൻ ക്ലാസ്സിൽ പോകുമ്പോൾ എക്സാമിന് എന്ത് ചെയ്യുന്ന സമയത്ത് രാവിലെ ഒരു 8 മണിക്ക് അവർ പോകും. അപ്പോൾ ഇവർ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ ആളെ കുളിപ്പിക്കലും കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ബെഡ്റൂമിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാലും അപ്പോൾ രാത്രി നേരം വെളുക്കുമ്പോഴേക്കും ഡയപ്പറിനകത്ത് ടോയ്ലറ്റ് പോയിട്ട് അപ്പോൾ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവും. എന്നാൽ പോലും മസ്കിറ്റോ നെറ്റ് ഇട്ടിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ അവൻ ക്ലാസ്സിലേക്ക് പോകണേക്കാളും മുന്നേ നെറ്റിൻ്റെ ഉള്ളിൽ കൂടെ കടന്ന് പപ്പയിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ട് പപ്പയെ കുഞ്ഞ് ഞാൻ പോകണ്ട, ക്ലാസ്സിൽ പോകണട്ടോ എന്നങ്ങനെ കൊച്ചു പിള്ളേർ കൊഞ്ചിച്ച് പറയാത്ത പോലെ അങ്ങനെ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചോട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉമ്മ കൊടുത്തിട്ട് അവൻ ക്ലാസ്സിൽ പോകുള്ളൂ. കെന്നഡിക്ക് അദ്ദേഹത്തിന്റെ ഓർമ്മ പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ട് 1.5 വർഷമേ ആകുന്നുള്ളൂ. എന്നാൽ ഇതിനു മുൻപ് കെന്നഡിയുടെ സംസാരം നിലച്ചിരുന്നു. എങ്കിലും കുടുംബ പ്രാർത്ഥനയിൽ ഒന്നാം രഹസ്യം ചൊല്ലിയിരുന്നത് അദ്ദേഹം തന്നെയായിരുന്നു. വേറൊന്നും അദ്ദേഹത്തിന് ഓർമ്മയില്ല, പക്ഷേ ഓർമ്മയിൽ എപ്പോഴും ഒരു ജപമാല അദ്ദേഹം സൂക്ഷിച്ചിരുന്നു. കുടുംബ പ്രാർത്ഥന ഒരിക്കലും മുടക്കിയിട്ടില്ല. അത്ര ടയർഡായിട്ട് വന്നാൽ ചിലപ്പോൾ ഞാൻ പറയും പപ്പയെന്ന് ഏതെങ്കിലും ഭക്ഷണം, ചിലപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ നേരം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ പറയും ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് പ്രാർത്ഥന വെച്ചിരിക്കണമെന്ന് പറഞ്ഞാൽ ആൾ സമ്മതിക്കില്ലേ. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുള്ളായിരുന്നു. ഒക്ടോബർ മാസത്തിൽ ഞങ്ങൾ രണ്ടാളും കൂടെ 1000 എന്ന് പറഞ്ഞു അവർ ചെല്ലിയിട്ടുള്ള ദിവസങ്ങളുണ്ടായിട്ടുണ്ട്. ഒരു വർഷത്തിന് മുമ്പ് വരെ ജപമാല ചെല്ലുമ്പോൾ വിശ്വാസമാണ് ചെല്ലുന്ന സമയത്ത് ആൾ കൂടെയായിരുന്നു. പിന്നെ വേറെ വർത്താനങ്ങളൊന്നും പറയില്ല. ജപമാല ചെല്ലുമ്പോഴും അവർ ഫാദറും ഹേൽമേരിയും ഹോളിമേരിയും ഗ്ലോറി വീട്ടും അത് ആളുടെ രഹസ്യം ഫുള്ള് ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്നതിന്റെ റിപ്ലൈ ആയിട്ട് ഹേൽമേരി ചെല്ലുമ്പോൾ ഹോളിമേരിയും ചെല്ലും. അങ്ങനെ ഒരു 5-6 മാസം വരെ ചെല്ലിക്കൊണ്ടിരുന്നു. ഒരു വർഷമായിട്ടുള്ള തീരെ സംസാരിക്കേണ്ടായത്. അപ്പോൾ ഞാൻ വെറുതെ ഇരിക്കുന്ന സ്ഥലത്ത് എപ്പോഴും ആളുടെ ഫ്രണ്ടിൽ ഫോണിൽ ഇങ്ങനെ അവേ മരിയ എന്നുള്ളത് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം എടുത്ത വീഡിയോ ആണ്. അഖിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ നമ്മൾ ധാരാളം കേട്ടു. രണ്ടാമത്തെ മകൻ അജ്വിനും ചെറുപ്പം മുതലേ ദൈവത്തെ കൂട്ടുപിടിച്ച് വളർന്ന കൊച്ചുമിടുക്കനായിരുന്നു. മാതാപിതാക്കൾ മക്കളെ ഓമനിക്കുന്നത് ഒരുപാട് കണ്ടിട്ടുണ്ട്. എന്നാൽ മാതാപിതാക്കളെ തിരിച്ച് മക്കളെ പോലെ ഓമനിക്കാനും കരുതാനും ഒക്കെ ഉള്ളിലൊരു ദൈവികത ഉള്ളവർക്കേ സാധിക്കും. ഈ ചെറിയ പ്രായത്തിലെ ഈ മക്കൾക്ക് അതിന് സാധിക്കുന്നത് അവർക്ക് മാതാപിതാക്കളിൽ നിന്ന് കിട്ടിയ ആഴമേറിയ ദൈവസ്നേഹത്തിൽ നിന്നാണ്. പ്രതിസന്ധികളുടെ നടുവിലും ഇന്നും തന്റെ കുടുംബത്തെ ദൈവത്തോട് ചേർത്ത് നിർത്തി തളരാതെ മുന്നേറുന്ന ആ അമ്മയ്ക്കും ഒരു ആയുസ് മുഴുവൻ കുടുംബത്തിന് വേണ്ടി മാറ്റിവെച്ച അവരെ ദൈവത്തിൽ ഏൽപ്പിച്ച അപ്പനും MJTVയുടെ പ്രാർത്ഥനാശംസകൾ. നിങ്ങളുടെ കുടുംബം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വർഗീയ ആനന്ദം എന്നും തുടരട്ടെ. ഹഗായി 2-ാം അധ്യായം 9-ാം വാക്യം. ഈ ആലയത്തിന്റെ പൂർവ്വ മഹത്വത്തെക്കാൾ ഉന്നതമായിരിക്കും വരാൻ പോകുന്ന മഹത്വം.